നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാതുലനിപ്പോ വടിയായിട്ടുണ്ടാവും. കുറച്ച് സെന്റിമെന്റ്സ് അങ്ങ് വാരി വിതറിയേക്കാൻ. കുടിക്കും മാഡം. രാജു, അമ്മാവൻ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? അമ്മാവന് കുഴപ്പമൊന്നുമില്ലല്ലോ? നടന്നതൊക്കെ കേട്ടപ്പോ എന്റെ നെഞ്ചൊന്ന് പടഞ്ഞു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കാറെടുത്ത് നേരെ ഇങ്ങ് വന്നു. അമ്മയെ അറിയിക്കാൻ നിന്നില്ല. അമ്മ അറിഞ്ഞ അമ്മാവന്റെ പിന്നാലെ അമ്മയും കൂടി ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞോ രാജു? ഇല്ല, ട്രീറ്റ്മെന്റ് നടക്കുന്നേ ഉള്ളൂ. എന്താ ഋതികേ, ഞാൻ വീട്ടിലുണ്ടായിരുന്നിട്ടും അമ്മാവന് വയ്യാതായെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. എനിക്ക് പറയണമെന്ന് തോന്നിയില്ല. ഡോക്ടർ അച്ഛൻ എങ്ങനെയുണ്ട് ഇപ്പോ? കുട്ടിക്ക് വിഷമാവൂന്നറിയാം. പക്ഷേ നിങ്ങളൊക്കെ വിദ്യാഭ്യാസവും വിവേകമുള്ള ആൾക്കാരല്ലേ. കാര്യങ്ങൾ അതിന്റെ സെൻസിൽ നിങ്ങൾ എടുക്കുമെന്ന് എനിക്കറിയാം. വർമ്മ സാറിന്റെ കണ്ടീഷൻ അല്പം ക്രിട്ടിക്കലാണ്. എന്താ ഡോക്ടർ ഈ പറയുന്ന? വർമ്മ സാറിന്റെ ലങ്സിന്റെ അവസ്ഥ വളരെ മോശമാണ്. വളരെ പെട്ടെന്ന് ഇങ്ങനെ ലങ്സിന്റെ പ്രവർത്തനം ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. മെഡിസിനോടും ബോഡി റിയാക്ട് ചെയ്യുന്നില്ല. എത്ര പണം ചിലവായാലും കുഴപ്പമില്ല, അമ്മാവന് ഞങ്ങൾക്ക് ജീവനോടെ തിരിച്ചു കിട്ടണം. മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യം, ഇത് ചെറിയൊരു ശ്വാസതടസ്സത്തിന്റെ പ്രശ്നം കൊണ്ടുണ്ടായ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്വാസകോശം ഡാമേജ് ആയതിന്റെ ശരിക്കുള്ള റീസൺ എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ശവപ്പെട്ടി ഒരെണ്ണം കരുതിക്കോളാം പറയേ ഡോക്ടറെ. ശരി. അല്ല ഡോക്ടറെ, രാജു, പറയും മാഡം. എനിക്കിത് സഹിക്കാനാവുന്നില്ല രാജു. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാം. ക്ഷേത്രത്തിൽ പോയി അച്ഛന് വേണ്ടി പൂജ നടത്തണം. നേരം പുലരാറാകുന്നതേ ഉള്ളൂ. ശരി, മാഡത്തിന് അതാണ് സമാധാനമെങ്കിൽ വാ, നമുക്ക് പോവാം. വേണ്ട രാജു, രാജു വരണ്ട. രാജു ഇവിടെ ഉണ്ടാവണം. അച്ഛന്റെ ഒപ്പം ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഋതിക മാഡം തനിച്ചെങ്ങനെ പോവും? പുറത്ത് നല്ല ഇരുട്ടാണ്. അത് ഞാൻ പൊയ്ക്കോളാം രാജു. ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.